60 പോക്കറ്റിൽ 40 റോഡിൽ വന്നാണ് പറയുന്നത്. തിരിച്ചാണ്. പണ്ടൊക്കെ തിരിച്ചാണ്. വല്ലതും 10-15% ഉദ്യോഗസ്ഥന്മാരെടുക്കുമായിരുന്നു. അതിൻ്റെ വലുതുമൊക്കെ ചിലപ്പോൾ പാർട്ടികൾക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പം 60-40 പറഞ്ഞത്. 60 പോക്കറ്റിൽ 40 മണ്ണിൽ. അതായത് 60 പലരുടെ പോക്കറ്റിലായിട്ട് ഏറ്റവും ഉന്നതങ്ങളിൽ നിന്ന് തുടങ്ങും. അങ്ങനെ പോക്കറ്റിൽ പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ ദിവസവും റോഡിൽ ഇറങ്ങുന്നവരാണ്. അതെ. ആ റോഡ് നിർമ്മാണത്തിന്റെ കാര്യത്തിലാണ് ഇത്രയേറെ അഴിമതി നടക്കുന്നത്. അതിനകത്ത് അഴിമതിയുടെ കഥ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അതെ. ഇപ്പോൾ 25,000 ടീച്ചർമാരെ നിയമിച്ചതിൽ മമതാ ബാനർജിക്ക് ബാൻ വന്നിരിക്കുകയല്ലേ. അതിന്റെ കേസ് നടക്കുന്നേ ഉള്ളൂ. ആ കേസിൽ എന്താ പറയുന്നത്? ആ കേസിൽ പറയുന്നത് നിങ്ങൾ നടത്തിയത് മുഴുവൻ സ്വജനപക്ഷപാതമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കാർക്കോ ആൾക്കാർക്കുമാണ് കൊടുത്തത്. ഇതാണ് ഇക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വലിയ അഴിമതിയാണ്. അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഒരു അഴിമതിയുണ്ട്. 371 കോടിയും കണ്ട അങ്ങനത്തെ അറസ്റ്റ് ചെയ്ത ഒരു കേസാണ്. അദ്ദേഹത്തിൻ്റെ അതായത് സ്കിൽ ഡെവലപ്മെൻറ്റ് കമ്മീഷൻ അതിൽ ഫേക്ക് കമ്പനി ഉണ്ടാക്കി അദ്ദേഹം ഭരിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി എന്നുള്ളതാണ് കേസ്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ UPA-ക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ UPA-ക്ക് ഭരണത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് 2G സ്കാം മുതൽ നാഷണൽ ഗെയിംസിന്റെ ഏഷ്യാഡിന്റെ വരെയുള്ള കൽമാടിയുടെ വിഷയങ്ങളൊക്കെ സ്കാമുകൾ കൊണ്ടൊരു പൂരമായിരുന്നല്ലേ. അതെ. അപ്പോൾ അത് കണ്ട് ജനം വെറുത്തവരെ തൂത്തെറിയുകയാണ് ഉണ്ടായത്.